അപ്പോൾ നമ്മൾ സൈഡ് റേക്ക് അല്ലേ ലാസ്റ്റ് എടുത്ത സൈഡ് റേക്ക്. ഓക്കെ, ബാക്ക് റേക്ക് അല്ലെങ്കിൽ ടോപ്പ് റേക്ക് ആംഗിൾ പഠിച്ചു. പിന്നെ അതിനുശേഷം രണ്ടാമത് എടുത്തായിരുന്നു സൈഡ് റേക്ക് ആംഗിൾ അല്ലേ. സൈഡ് റേക്ക് ആംഗിൾ സൈഡ് വ്യൂവിൽ മാത്രമേ കാണാൻ വേണ്ടി പറ്റത്തുള്ളൂ സൈഡ് റേക്ക് ആംഗിൾ. നമ്മൾ പറഞ്ഞു 5 മുതൽ 20 എന്നാണ് നമ്മുടെ ടെക്സ്റ്റിൽ 0 to 20 ഡിഗ്രി എന്ന് പറഞ്ഞ ട്രയാംഗിൾ ആയിരിക്കും കൊടുത്തത്. അടുത്ത ക്ലാസ്സിൽ നമ്മളത് മറ്റേ ആ ടെക്സ്റ്റിനകത്ത് എന്താണ് കൊടുത്തിരിക്കുന്നത് അത് നമ്മൾ വായിക്കുമ്പോഴത്തേക്ക് അത് ക്ലിയർ ആവും. ഓക്കെ, ഇനി അടുത്ത ഇതും ജിപ്പ് ഫ്ലോയ്ക്ക് ഇതാണ് ഗൈഡ് ദ ഡയറക്ഷൻ ഓഫ് ജിപ്പ് ഫ്ലോ. ജിപ്പ് ഫ്ലോയുടെ ഡയറക്ഷനെ ഗൈഡ് ചെയ്യാൻ തന്നെയായിരിക്കും ഇത് ഉപയോഗിക്കുന്നത്. സൈഡിൽ ഒഴിക്കുന്നതേ ഉള്ളൂ, മനസ്സിലായില്ലേ? അതായത് ഈ ഒരു ഇതിൽ നിന്ന് ഇങ്ങനെ കാണുമ്പോഴത്തേക്കും കിട്ടുന്നതാണ്, ഇങ്ങനത്തെ വ്യൂവിൽ കാണുമ്പോഴത്തേക്കും കിട്ടുന്നതാണ് ഈ സൈഡ്. ഇതാണ് ഈ സാധനം, സൈഡ് റേക്ക് ആംഗിൾ. അതേസമയം നിങ്ങൾ ഇങ്ങനെ നോക്കുമ്പോഴത്തേക്കും ഈ റേക്ക് ആംഗിൾ ആണെങ്കിൽ അതാണ് നമ്മുടെ എന്തെന്ന് അറിയപ്പെടുന്ന ടോപ്പ് റേക്ക് ആംഗിൾ. നിങ്ങൾ ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കുമ്പോഴത്തേക്കും കിട്ടുന്ന സാധനം ഇത് സൈഡ് റേക്ക് ആംഗിൾ. ഇനി ഇവിടെ നിന്ന് ഇതിനാണ് അങ്ങോട്ട് നോക്കുമ്പോഴത്തേക്കും അത് അത്രേ ഉള്ളൂ, സൈഡ് ഫ്രണ്ട്. അതെ, ടോപ്പ് റേക്ക് ആംഗിൾ അല്ലെങ്കിൽ ബാക്ക് റേക്ക് ആംഗിൾ എന്നുള്ള സാധനം കിട്ടും. അത്രേ ഉള്ളൂ. പിന്നെ ഈ അങ്ങനെയൊക്കെ വേണമെങ്കിൽ ചോദിക്കും. ഇപ്പം നമ്മളെ എഞ്ചിനീയറിംഗ് ഡ്രോയിങ്ങും കാര്യങ്ങളൊക്കെ അറിയേണ്ട ഒരു സാഹചര്യമാണല്ലോ ഇതിൽ. അപ്പം നമ്മൾക്ക് ഈ ഒരു റേക്ക് ആംഗിൾ എവിടെ നോക്കി എങ്ങനെ കിട്ടും എന്നുള്ള സാധനം ചോദിച്ചു വയ്ക്കുക വേണമെങ്കിൽ. ഇത് ടോപ്പ് വ്യൂ ഉണ്ട്, ഫ്രണ്ട് വ്യൂ ഉണ്ട്, സൈഡ് വ്യൂ ഉണ്ടല്ലോ. അപ്പൊ ഏത് വ്യൂവിലായിരിക്കും ഇത് കറക്റ്റ് ആയിട്ട് കിട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ സൈഡ് വ്യൂവിലായിരിക്കും ഇത് കിട്ടുക. അതുകൊണ്ടാണ് ഈ സൈഡ് വ്യൂ ഇങ്ങനെ വരച്ചു വെച്ചത്. ഓക്കെ, ഇത് ടോപ്പ് വ്യൂ അല്ലേ. ഈ സാധനം ടോപ്പ് വ്യൂ. ഇത് താഴത്തെ സാധനം എന്ന് പറഞ്ഞാൽ ഇത് ഫ്രണ്ട് വ്യൂ. ഫ്രണ്ടിൽ നോക്കുന്നത് ഇത് ഫ്രണ്ട് വ്യൂ. ഇത് ടോപ്പ് വ്യൂ, ഇത് സൈഡ് വ്യൂ. ഓക്കെ, പ്ലാൻ എലവേഷൻ എന്ന് പറയില്ല അതേപോലെ. ഓക്കെ, ഇത് സൈഡ് റേക്ക് ആംഗിൾ ആയി. സൈഡ് റേക്ക് ആംഗിൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത നമ്മൾ പഠിക്കുന്നത് റിലീഫ് ആംഗിൾ ആയിരിക്കും. റിലീഫ് ആംഗിളിന്റെ മറ്റൊരു പേര് എന്താ പഠിച്ചത്? പണ്ട് എപ്പോഴും കേട്ടിട്ടുണ്ടല്ലോ, റിലീഫ് ആംഗിൾ ഇസ് അതർവൈസ് നോൺ ആസ് ക്ലിയറൻസ് അല്ലെ. ക്ലിയറൻസ് ആംഗിൾ. റിലീഫ് ആംഗിൾ നമ്മൾ ക്ലിയറൻസ്, റിലീഫിനെ ക്ലിയറൻസ് എന്ന് തന്നെയാണ് പറയുന്നത്. അല്ലാതെ വേറെ കേട്ടിട്ടുണ്ടോ? റിലീഫും ക്ലിയറൻസും ഒക്കെ വേറെ ഇല്ലല്ലോ. ക്ലിയറൻസ് റിലീഫ് തന്നെയാണ്. അത് രണ്ടും ഒന്നല്ലേ പഠിച്ചത്, റിലീഫും ക്ലിയറൻസും. റിലീഫ് ആംഗിൾ ആർ പ്രൊവൈഡഡ് ടു അവോയ്ഡ് റബ്ബിംഗ് ആക്ഷൻ ബിറ്റ്വീൻ ദ ടൂൾ ആൻഡ് ദ വർക്ക് പീസ്. അപ്പൊ നമ്മൾ ഇങ്ങനെ ഒരു സാധനം നമ്മൾ കേട്ടുള്ളത് എന്തിനായിരിക്കും? ക്ലിയറൻസ് മെയിൻറ്റെയിൻ ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ്. അതായത് ടൂളും വർക്ക് പീസും തമ്മിൽ പ്രോപ്പർ ആയിട്ടുള്ള ഒരു റബ്ബിങ് നമ്മൾ പ്രൊവൈഡ് ചെയ്യിപ്പിക്കാനായിരിക്കും റിലീഫ് ആംഗിൾ ഇതാക്കുന്നത്. അതായത് ടൂളിന്റെ കട്ടിംഗ് എഡ്ജ് മാത്രമേ ഇൻ കോൺടാക്ട് വരാവുള്ളൂ ആരുമായിട്ട്? നമ്മുടെ വർക്ക് പീസുമായിട്ട്. അല്ലാതിരിക്കുന്ന ബാക്കിയുള്ള പോർഷൻ, കട്ടിംഗ് എഡ്ജ് അല്ലാത്ത ബാക്കിയുള്ള കണ്ടമാനം ഇരിക്കുന്ന പോർഷൻസ് ഉണ്ടല്ലോ, അത് ഒരു കാരണവശാലും കോൺടാക്ട് ചെയ്യാൻ വേണ്ടി പാടില്ല. അപ്പൊ അങ്ങനെ ഇതാക്കാൻ വേണ്ടിയായിരിക്കും നമ്മൾ റിലീഫ് ആംഗിൾ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഇപ്പൊ റിലീഫ് ആംഗിൾ ഇസ് 0. ഇപ്പൊ ഫ്ലാങ്ക് ഫേസ് ഈസ് ടൂൾ ഇസ് സിംപ്ലി റബ്ബിംഗ് ഓൺ ദ ടൂൾ വിത്തൗട്ട് എനി മെഷീനിങ് ഓപ്പറേഷൻ. അതായത് റിലീഫ് ആംഗിൾ നിങ്ങൾ ഒന്നും കൊടുത്തിട്ടില്ലെങ്കിൽ എന്താണ് ഇത്? ചുമ്മാ സിംപിളി എന്തായി മാറും? അത് ചുമ്മാ കിടന്ന് അതിന്റെ ബാക്കിയുള്ള കട്ടിംഗ് എഡ്ജ് മാത്രം പോരാഞ്ഞിട്ട് അതിന്റെ ബാക്കിയുള്ള സർഫസ് ഫുള്ളും ഇത് റബ്ബ് ചെയ്യുന്നുണ്ട്. അങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ ഒന്നെങ്കിൽ വർക്ക് പീസ് ഇല്ലാതാവും, അല്ലെങ്കിൽ നമ്മളിൽ ഇരിക്കുന്ന ടൂൾ ഇല്ലാതായി മാറും. ടു എൻഷുർ ദ ടൂൾ ടിപ്പ് വിൽ പെനട്രേറ്റ് ആൻഡ് സ്റ്റാർട്ട് കട്ടിംഗ്, റിലീഫ് ആംഗിൾസ് ആർ പ്രൊവൈഡ്. അപ്പൊ ഇത് എന്ത് ചെയ്യുക? കറക്റ്റ് പ്രോപ്പർ ആയിട്ട് കട്ടിംഗ് എഡ്ജ് ആരുമായിട്ട് കോൺടാക്ട് ചെയ്യാൻ വേണ്ടി? വർക്ക് പീസുമായിട്ട് കോൺടാക്ട് ചെയ്തിട്ട് പ്രോപ്പർ ആയിട്ടുള്ള ഒരു കട്ടിംഗ് പോസിബിൾ ആക്കണമെങ്കിൽ നല്ല പർട്ടിക്കുലർ രീതിയിൽ നമ്മൾ പറയുന്ന ഒരു പർട്ടിക്കുലർ റേഞ്ച് ഉണ്ട്. അപ്പൊ അതിനകത്ത് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് എൻഡ് റിലീഫ്, സൈഡ് റിലീഫ് ആംഗിൾ 5 മുതൽ 15. നമ്മൾ ഓൾറെഡി ഒരു സാധനം കണ്ടു 5 മുതൽ 15 എന്ന്. അപ്പൊ അതേപോലെ 2 ഡിഗ്രി, 3, 2 എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ ഇതിലാണ് പഠിച്ചത്. നമ്മൾ ആ ടെക്സ്റ്റിൽ പഠിക്കുമ്പോഴത്തേക്ക് അങ്ങനെ ഇതാക്കിയത്. ഇവിടെ നമ്മൾ പഠിക്കുമ്പോഴത്തേക്ക് ഇത് പഠിക്കുക. ഇത് നമ്മുടെ എഞ്ചിനീയറിംഗിന്റെ മറ്റേ ടെക്സ്റ്റ് ഉണ്ടല്ലോ, നമ്മുടെ മാനുഫാക്ചറിങ് പ്രോസസ് മെഷീൻ ടൂൾ എന്ന് പറഞ്ഞിട്ട്. നമുക്ക് പഠിക്കേണ്ടത് നമ്മുടെ ടെക്സ്റ്റിലുള്ള സാധനം പഠിച്ചാൽ മതി. അപ്പൊ ഇതിൽ ചുമ്മാ കേൾക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ ഒന്ന് കേട്ട് വെച്ചാൽ 5, 15 എന്നൊക്കെ പറഞ്ഞിട്ടുള്ള റേഞ്ച് ആണ് നമ്മൾ മറ്റേലുള്ള പഠിച്ചത്, നമ്മുടെ ടെക്സ്റ്റിനകത്തുള്ള പഠിച്ചത്. ഓക്കെ, അപ്പോൾ നോക്കി നോക്കിയാൽ അത് അത്രയൊക്കെ ആയിരിക്കും നമ്മൾ എന്ത് കൊടുക്കുന്നത്? ആ ഒരു റിലീഫ് ആംഗിൾ നമ്മൾ മോസ്റ്റ് കോമൺലി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നമ്മൾ സിംഗിൾ പോയിന്റ് കട്ടിംഗ് ടൂളിലാണ് പഠിക്കുന്നത് കേട്ടോ. സിംഗിൾ പോയിന്റ് കട്ടിംഗ് ടൂളിന്റെ ബേസിസിലാണ് പഠിക്കുന്നത്. അപ്പോൾ അത് തന്നെ നമുക്ക് 2 രീതിയിൽ പറയുന്നുണ്ട് അല്ലേ. എൻഡ് റിലീഫ് ആംഗിൾ എന്നും അതുപോലെ തന്നെ സൈഡ് റിലീഫ് ആംഗിൾ എന്നും. നോക്കി, എൻഡ് റിലീഫും സൈഡ് റിലീഫും പറയാം എന്തൊക്കെയാണ് കേട്ടോ. എൻഡ് റിലീഫും അതായത് ഉദ്ദേശിക്കുന്ന സാധനം ഇതാണ് നമ്മുടെ വർക്ക് പീസ്, കറങ്ങിക്കൊണ്ടിരിക്കുന്ന വർക്ക് പീസ് എങ്കിൽ നമ്മളിൽ ഇരിക്കുന്ന ഈ ഒരു ഇതിൽ നമ്മുടെ ഇരിക്കുന്ന ടൂളുണ്ട്. ആ ടൂളിൽ നിങ്ങൾ ആംഗിൾ പ്രൊവൈഡ് ചെയ്യണം അല്ലേ. ഏതാണ് കട്ടിംഗ് എഡ്ജ് വരുന്ന പോർഷൻ അവിടെ നിങ്ങൾ നൈസ്ലി ഒരു താഴോട്ടൊരു ലൈൻ വരയ്ക്കുന്നുണ്ട്. ഇത് ഇങ്ങനെയാണ് ഇരിക്കുന്നതെങ്കിൽ ഇതിനിടയ്ക്ക് മേടിപ്പിക്കുന്ന ആംഗിൾ ആയിരിക്കും റിലീഫ് ആംഗിൾ. ഇതാണ് ആക്ച്വൽ ആയിട്ടുള്ള റിലീഫ് ആംഗിൾ. ഓക്കെ, അപ്പോൾ റിലീഫ് ആംഗിൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് സൈഡ് റിലീഫും എൻഡ് റിലീഫ് എന്ന് പറഞ്ഞിട്ട് 2 ആംഗിളാണ് കൊടുത്തിരിക്കുന്നത്. അത് ഉദ്ദേശിക്കുന്ന സാധനം വേറെ ഒന്നുമല്ല, സൈഡ് റിലീഫ്
അല്ലേ? ഒരെണ്ണം സൈഡ് റിലീഫും ഉണ്ട്, അല്ലെങ്കിൽ അതിനെ ഇത് എൻഡ് റിലീഫ്, എൻഡ് ക്ലിയറൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു രീതിയിൽ, അതായത് ടോട്ടൽ സംഭവം വരുന്ന സാധനത്തിന് ക്ലിയറൻസ് എന്നും മറ്റേതിന് റിലീഫ് എന്നായിരിക്കും പറയുക. ഇതെല്ലാം ഒരേ കൺസെപ്റ്റ്, എല്ലാം ഏറെക്കുറെ ഒരേ സാധനം തന്നെ കേട്ടോ. കൺസെപ്റ്റ് വൈസ് എല്ലാം ഒരേ സംഗതി തന്നെ. റിലീഫിന്റെ നല്ല രീതിയിൽ ഇവിടെ വല്ലതും കാണും. ക്ലിയറൻസ് റിലീഫ് എന്ന് കൊണ്ട് കൊടുത്തിട്ടുണ്ട് രണ്ടായിട്ട്. നോക്കി, സൈഡ് റിലീഫ് എന്ന് പറഞ്ഞത് ഇപ്പോൾ സൈഡ് റേക്ക് ആംഗിൾ നിങ്ങൾ എവിടെയാണോ കണ്ടത് അവിടെ ആയിരിക്കും ഈ റിലീഫ് ആംഗിൾ കാണുക. സൈഡ് റിലീഫ് എവിടെയാണോ കണ്ടത് അവിടെ ആയിരിക്കും റിലീഫ് ആംഗിൾ കാണുക. അതായത് ഇവിടെയാണ് നമ്മൾ സൈഡ് റേക്ക് ആംഗിൾ കണ്ടെങ്കിൽ നോക്കിയേ, ഇവിടെ കണ്ടില്ലേ സൈഡ് റിലീഫ് ആംഗിൾ. നമ്മൾ ഇതാണ് നമ്മുടെ ആക്സിസ് എങ്കിൽ ആക്സിസിനെ നിങ്ങളൊരു പെർപെൻഡിക്കുലർ ആയിട്ട് ഇതിന്റെ സൈഡിൽ കൂടെ ഇങ്ങനെ ഒരു ലൈൻ വരയ്ക്കുക. ആക്ച്വലി ഈ കട്ടിങ് എഡ്ജും ഇതും എല്ലാം വരുന്ന ഒരു പർട്ടിക്കുലർ പോർഷൻ ഉണ്ടല്ലോ, അതായത് ഇതാണ് നമ്മുടെ സൈഡ് കട്ടിങ് എഡ്ജ് എങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ വീണ്ടും ഒരു ലൈൻ വരയ്ക്കുക, സൈഡ് കട്ടിങ് എഡ്ജ്. അതായത് ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ട് മറ്റൊരു ലൈന് ഇതിന്റെ ഫേസിന്റെ സർഫസ് അല്ലെങ്കിൽ ഈ കട്ടിംഗ് എഡ്ജിന്റെ സർഫസോട് കൂടി ചേർത്തിട്ട് ഒരു ലൈൻ വരയ്ക്കുക. അതിനിടയ്ക്ക് മേടിപ്പിക്കുന്ന ആംഗിൾ ആയിരിക്കും സൈഡ് റിലീഫ് ആംഗിൾ. ഓക്കെ, നമുക്കൊന്ന് കൺസെപ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, അതായത് ഈ നോക്കണം അല്ലെ, ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കുമ്പോഴത്തേക്കും കിട്ടുന്നതായിരിക്കും സൈഡ് റിലീഫ് ആംഗിൾ. ഓക്കെ, അതായത് ഇതാണ് നമ്മുടെ സൈഡ് കട്ടിംഗ് എഡ്ജ്, വലിയ കട്ടിംഗ് എഡ്ജ് ആയിരിക്കും സൈഡ് കട്ടിംഗ് എഡ്ജ്. ഇതാണ് എൻഡ് കട്ടിംഗ് എഡ്ജ്. ഈ എൻഡ് കട്ടിംഗ് എഡ്ജിൽ നിന്ന് നിങ്ങൾ ഇങ്ങനെ ഒരു ലൈൻ വരയ്ക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ആക്ച്വലി ഇരിക്കുന്ന ആക്സിസ് ഉണ്ടെങ്കിൽ ആക്സിസിന് ഒരു പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ലൈൻ ഇങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ അത് തമ്മിൽ മേടിപ്പിക്കുന്ന ആംഗിൾ ആയിരിക്കും എന്തെന്ന് പറയുന്നത് എൻഡ് റിലീഫ് ആംഗിൾ. ഇതേ കൺസെപ്റ്റ് തന്നെ എന്തുമായിട്ട് ബന്ധപ്പെട്ടാണ്, ഈ ഒരു സൈഡ് കട്ടിംഗ് എഡ്ജ് ഉണ്ടെങ്കിൽ സൈഡ് കട്ടിംഗ് എഡ്ജുമായിട്ട് ചേർത്തിട്ട് നിങ്ങൾ ഒരു ലൈൻ വരയ്ക്കുന്നുണ്ട്. പോരാത്തിന് ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിട്ട് മറ്റൊരു ലൈൻ വരയ്ക്കും. അല്ല, ഒരെണ്ണം എൻഡ് കട്ടിംഗ് എഡ്ജിൽ നിന്ന് വരയ്ക്കുന്നു. ഇതാണ് എൻഡ് കട്ടിംഗ് എഡ്ജിൽ നിന്ന് വരയ്ക്കുന്ന സാധനം, അതാണ് എൻഡ് റിലീഫ് ആംഗിൾ. അതേസമയം ഇതാണ് സൈഡ് കട്ടിംഗ് എഡ്ജിൽ നിന്ന് ഇങ്ങോട്ട് വരയ്ക്കുന്ന സാധനം സൈഡ് റിലീഫ് ആംഗിൾ. വലിയ കട്ടിംഗ് എഡ്ജ് ആണ് സൈഡ് കട്ടിംഗ് എഡ്ജ്. ഇതാണ് വലിയ കട്ടിംഗ് എഡ്ജ്, അതാണ് വലിയ കട്ടിംഗ് എഡ്ജ്. കേട്ടില്ല? മുകളിലും താഴെയും, മുകളിലും താഴെ, അതായത് ഇതില്ലേ, ഇതാ ഇരിക്കുന്നുണ്ട, ഇതാണ് നമ്മുടെ സൈഡ് അല്ലെങ്കിൽ മെയിൻ കട്ടിംഗ് എഡ്ജ്. അതുപോലെ ഇതാണ് നമ്മുടെ എൻഡ് കട്ടിംഗ് എഡ്ജ്. ഈ സൈഡ് കട്ടിംഗ് എഡ്ജുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ ഇത് സൈഡ് കട്ടിംഗ് എഡ്ജ് ചേർത്തിട്ട് ഇങ്ങനെ ഒരു ലൈൻ വരച്ചു എന്ന് വെച്ചോ, ഇങ്ങനെ ഒരു ലൈൻ ഇങ്ങനെ അങ്ങ് വരച്ചു. എന്നിട്ട് ആക്സിസ് ഇവിടെ ഉണ്ട് അല്ലേ, ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു ലൈന് ഈ സൈഡ് കട്ടിംഗ് എഡ്ജും കൂടെ ചേർത്തിട്ട് ഇങ്ങനെ ഒരു വരച്ചു കഴിഞ്ഞാൽ ഇതിനിടയ്ക്ക് നിങ്ങൾക്ക് ഒരു ആംഗിൾ കിട്ടും. അതായിരുന്നു എന്തെന്ന് അറിയപ്പെടുന്നത്, സൈഡ് റിലീഫ്. ഓക്കെ, നമ്മുടെ അതായത് ബേസ് ഇല്ലേ, ആ ബേസിന്റെ ആക്ച്വലി ബേസിൽ നിന്നായിരിക്കും നമ്മൾ ആക്സിസ് എന്ന് പറഞ്ഞ സാധനം വരയ്ക്കുക, അല്ലെങ്കിൽ ബേസിൽ നിന്ന് ഒരു പെർപെൻഡിക്കുലർ ലൈൻ വരയ്ക്കുന്നുണ്ട്. ഉം, ഉം. അത് നീട്ടി വരയ്ക്കുന്നു, വരയ്ക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ആ ഒരു കട്ടിംഗ് എഡ്ജ്, ആക്ച്വലി കട്ടിംഗ് എഡ്ജ് ഇരിക്കുന്നത് എങ്ങനെയായിരിക്കും, ഇങ്ങനെ ആയിരിക്കും ഇരിക്കുക, ഒരു ആംഗിൾ മേടിപ്പിച്ചിട്ടല്ലേ കട്ടിംഗ് എഡ്ജ് ഇരിക്കുക, അല്ലെങ്കിൽ കട്ടിംഗ് എഡ്ജ് ഇരിക്കുക എന്ന് പറഞ്ഞത് അതെ. അപ്പൊ ആ കട്ടിംഗ് എഡ്ജിൽ നിന്ന് ഒരു ലൈൻ ഇങ്ങോട്ട് വരയ്ക്കുക, ബേസിൽ നിന്ന് പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു ലൈൻ കൂടെ വരയ്ക്കുക. ഇത് തമ്മിൽ ഇങ്ങനെ മീറ്റ് ചെയ്യുന്ന ഒരു പർട്ടിക്കുലർ സംഭവം കാണും, അല്ലെങ്കിൽ ആ സൈഡ് കട്ടിംഗ് എഡ്ജിന്റെ അവിടെ നിന്നായിരിക്കും മീറ്റ് അപ്പ് ചെയ്യുന്നത്. അപ്പൊ അവിടെ ഇടയ്ക്ക് ഒരു ആംഗിൾ വരും. കേട്ടില്ല? കണ്ടുകൂടാ? നോക്കി, ഇതിൽ വരച്ചേർട്ടാ. നോക്കി, അതായത് നമ്മുടെ ഇതാണ് നമ്മുടെ കയ്യിലിരിക്കുന്ന ബേസ് എങ്കിൽ, ഇതിൽ നമ്മുടെ ബേസ് ഇരിക്കുകയാണെന്ന് വെച്ചോ, ഈ ബേസിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു ലൈൻ വരയ്ക്കണം. അത് നമ്മളെ രണ്ടാമത്തെ കേസാണ്. ആദ്യത്തെ കേസ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ സൈഡ് കട്ടിംഗ് എഡ്ജ് ഇങ്ങനെയുണ്ട് അല്ലേ, ആ സൈഡ് കട്ടിംഗ് എഡ്ജ് ആ എഡ്ജുമായിട്ട് ചേർത്തിട്ട് ഇവിടെ ഇങ്ങനെ ഈ കട്ടയെ ഇതായിട്ട് അത് അങ്ങനെ അങ്ങ് ചേർത്തിട്ട് ഇങ്ങനെ ഒരു ലൈൻ അങ്ങനെ വരയ്ക്കുന്നുണ്ട്. ഓക്കെ, എന്നിട്ട് ബേസിന് പെർപെൻഡിക്കുലർ ഈ പോയിന്റിൽ നിന്ന് ബേസിന്റെ അതിൽ നിന്ന് പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു ലൈൻ ഇങ്ങനെ വരയ്ക്കുന്നുണ്ട്. അപ്പൊ ഇത് ഇടയ്ക്ക് ഒരു ആംഗിൾ മേടി. അതാണ് സൈഡ് റിലീഫ് ആംഗിൾ. ഓക്കെ, ഇനി ഇതേ കണ്ടീഷൻ തന്നെ എൻഡിലും വരുന്നത്. അപ്പൊ ഇതാണ് എൻഡ് കട്ടിംഗ് എഡ്ജ്. മാത്രമേ ഉള്ളൂ. എൻഡ് കട്ടിംഗ് എഡ്ജ് ഇങ്ങനെയാണ്. എൻഡ് കട്ടിംഗ് എഡ്ജിൽ നിന്നും ഇങ്ങനെ ഒരു ലൈൻ വരയ്ക്കുക, എൻഡ് കട്ടിംഗ് എഡ്ജിൽ നിന്നും ഇങ്ങനെ ഒരു ലൈൻ വരയ്ക്കുക. സെയിം നേരത്തെ ചെയ്ത പോലെ തന്നെ ബേസിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു ലൈൻ ഇങ്ങോട്ടും വരയ്ക്കുക. ഇത് നമ്മൾ മേടിപ്പിക്കുന്ന സാധനമായിരിക്കും എൻഡ് റിലീഫ് ആംഗിൾ. ആ കൂടെ നമുക്ക് രണ്ട് ഇതേ ഉള്ളൂ, സൈഡ് റിലീഫും എൻഡ് റിലീഫും എന്നുകൊണ്ട് രണ്ട് റിലീഫ് ആംഗിൾസേ ഉള്ളൂ. ഓക്കെ, ഓക്കെ ആണോ?
പിന്നെ ഇവന്മാര് ഈ ഒരു സാധനം കൂടെ കൊടുത്തിരിക്കുന്ന ഇച്ചിരി വ്യത്യസ്തമായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. എൻഡ് റിലീഫ് ആംഗിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്, അതുപോലെ ക്ലിയറൻസ് എന്നുകൊണ്ട് മറ്റൊരു സാധനം കൂടെ കൊടുത്തിട്ടുണ്ട്. ക്ലിയറൻസ് എന്ന് പറഞ്ഞ മറ്റൊരു സാധനം കൂടെ കൊടുത്തിട്ടുണ്ട്. എൻഡ് ക്ലിയറൻസ് ആംഗിൾ എന്ന് പറഞ്ഞൊരു സാധനം കൂടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആ റിലീഫ് ആംഗിൾ മാത്രം മതി. നമ്മളെ ക്ലിയറൻസ് നമുക്ക് അവിടെ വെച്ചേക്കാം. നമുക്ക് നോക്കാം ക്ലിയറൻസ് എന്തിനാണ് കേട്ടോ. റിലീഫുകൾ ക്ലിയർ അല്ലേ? സൈഡ് റിലീഫും എൻഡ് റിലീഫും ക്ലിയർ അല്ലേ? ക്ലിയറൻസ് പറഞ്ഞുതരാം. സൈഡ് റിലീഫും എൻഡ് റിലീഫും ക്ലിയർ അല്ലേ? സൈഡ് റിലീഫ്, എൻഡ് റിലീഫ്. അപ്പം നമുക്ക് ആ കൂടെ സൈഡ് വ്യൂ ആയിട്ട് ബന്ധപ്പെട്ട സാധനങ്ങൾ രണ്ടേ രണ്ട് ആംഗിളുകളാണ് നമുക്ക് കിട്ടുന്നത്. ഏതൊക്കെയായിരുന്നു? സൈഡ് റേക്ക് ആംഗിളും അതുപോലെ തന്നെ സൈഡിന്റെ റിലീഫ് ആംഗിളുകളും. ഓക്കെ. അതേസമയം നമ്മുടെ നമ്മുടെ ഇരിക്കുന്ന നമ്മളിൽ ഇരിക്കുന്ന ഫ്രണ്ട് വ്യൂ, നിങ്ങളിൽ ഇരിക്കുന്ന ഫ്രണ്ട് വ്യൂ അങ്ങനെ തന്നെ പഠിച്ചേക്കുക. ഫ്രണ്ട് വ്യൂ ഉണ്ട്, സൈഡ് വ്യൂ ഉണ്ടെങ്കിൽ ഫ്രണ്ട് വ്യൂവിൽ നമ്മളിപ്പം പഠിച്ചിരിക്കുന്ന രണ്ടേ രണ്ട് ആംഗിളുകളെ പഠിച്ചിട്ടുള്ളൂ. ഏതൊക്കെയായിരുന്നു? ബാക്ക് റേക്ക് ആംഗിളും എൻഡ് റിലീഫ് ആംഗിളും. ഓക്കെ. ബാക്ക് റേക്ക് ആംഗിളും എൻഡ് റിലീഫ് ആംഗിളും. ഓക്കെ. ഇനി ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ ഇനി അടുത്ത പഠിച്ചിരിക്കുന്ന സാധനം എന്ന് പറഞ്ഞാൽ നമ്മുടെ കട്ടിങ് എഡ്ജുകൾ പഠിച്ചല്ലേ? എത്ര കട്ടിങ് എഡ്ജ് ഉണ്ടായിരുന്നു നമുക്ക്? അദ്ദേഹത്തിന് എത്ര കട്ടിങ് എഡ്ജ് ഉണ്ടായിരുന്നു? 2 കട്ടിങ് എഡ്ജ് ഉണ്ടായിരുന്നു അല്ലേ? ഒരെണ്ണത്തിന് നമ്മളെ സൈഡ് കട്ടിങ് എഡ്ജ് എന്നും മറ്റൊരെണ്ണത്തിന് എൻഡ് കട്ടിങ് എഡ്ജ് എന്നാണ് പറഞ്ഞത്. അപ്പം നേരത്തെ പറഞ്ഞു സൈഡ് കട്ടിങ് എഡ്ജും എൻഡ് കട്ടിങ് എഡ്ജ് എന്ന് പറഞ്ഞിട്ട് രണ്ട് എഡ്ജുകൾ ഉണ്ടെങ്കിൽ അത് തമ്മിൽ ചേരുന്ന ഒരു പർട്ടിക്കുലർ സ്ഥലം ഉണ്ടല്ലേ? അത് തമ്മിൽ എൻഡ് കട്ടിങ് എഡ്ജ് എന്ന് പറഞ്ഞാൽ ചെറിയ കട്ടിങ് എഡ്ജ് ആയിരുന്നു. സൈഡ് കട്ടിങ് എഡ്ജ് എന്ന് പറഞ്ഞത് അതിനെ അപേക്ഷിച്ച് കുറച്ചുകൂടെ വലിയ കട്ടിങ് എഡ്ജ് ആയിരുന്നു. രണ്ടും കൂടെ ചേരുന്ന ഒരു സ്ഥലം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പേരായിരുന്നു നോസ്. ദ കർവ് ഫോംഡ് ബൈ ജോയിനിങ് ദ സൈഡ് കട്ടിങ് ആൻഡ് എൻഡ് കട്ടിങ് എഡ്ജ് അല്ലെ? സൈഡ് കട്ടിങ് എഡ്ജും എൻഡ് കട്ടിങ് എഡ്ജും കൂടെ ചേർന്ന ആ ഒരു സൈഡിനെ ആയിരിക്കും നോസ് എന്നറിയപ്പെടുന്നത്. ദ ആംഗിൾ ഇൻക്ലൂഡഡ് ബിറ്റ്വീൻ ദ സൈഡ് കട്ടിങ് എഡ്ജ് ആൻഡ് എൻഡ് കട്ടിങ് എഡ്ജ് ആസ് കോൾഡ് നോസ് ആംഗിൾ അല്ലെ? രണ്ട് ആംഗിളുകൾ ചേരുകയാണ്. നമ്മുടെ സൈഡ് കട്ടിങ് എഡ്ജും എൻഡ് കട്ടിങ് എഡ്ജിന്റെ രണ്ട് ആംഗിളുകളും കൂടെ ചേർന്നിട്ട് കിട്ടുന്ന ഒരു പർട്ടിക്കുലർ ആംഗിൾ ആയിരിക്കും കിട്ടുക. ആ ആംഗിളിനെ പറഞ്ഞ പേരായിരിക്കും നോസ് ആംഗിൾ അല്ലെ? ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ആംഗിൾ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ പേരായിരിക്കും നോസ് ആംഗിൾ. ദ റേഡിയസ് ഓഫ് ദ കർവ് ഈസ് കോൾഡ് നോസ് റേഡിയസ്. അപ്പൊ ഇവിടെ എന്താണോ റേഡിയസ് കിട്ടുന്നത് അദ്ദേഹത്തിന്റെ പേര് എന്തായിരിക്കും? നോസ് റേഡിയസ്. അപ്പൊ നോസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ആംഗിൾ ഉണ്ട്, അതിനെ നോസ് ആംഗിൾ എന്നും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു എന്താണ് റേഡിയസ് ഫോം ചെയ്യിപ്പിക്കുന്ന അദ്ദേഹത്തിന്റെ പേര് നോസ് റേഡിയസ് എന്നായിരിക്കും. ആൻഡ് ഇൻക്രീസ് ഇൻ ദ നോസ് റേഡിയസ് വിൽ ഗീവ് എ ബെറ്റർ ഫിനിഷ്. അപ്പം നോസ് റേഡിയസ് കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് രീതിയിൽ നല്ല രീതിയിൽ എന്ത് കിട്ടും? ബെറ്റർ ഫിനിഷ് കിട്ടും. ഹവർ എ ലാർജ് നോസ് റേഡിയസ് കോസസ് സ്റ്റാർട്ടറിങ് അല്ലെ? അതായത് ഇത് എന്ത് ചെയ്യാം, ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു സംഭവം വരാത്ത സർഫസ് ഫിനിഷും കാര്യങ്ങളൊക്കെ കൂട്ടാൻ വേണ്ടി പറ്റും. പക്ഷെ ഒരുപാട് നമ്മൾ കൂട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ പറ്റുക? ചാറ്ററിങ് എഫക്റ്റുകൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. എഫക്ട് ഓഫ് നോസ് റേഡിയസ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പഠിക്കും. നമ്മൾ ഓൾറെഡി നമ്മുടെ ടെക്സ്റ്റിനകത്ത് കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്, അതെന്തായാലും പഠിക്കും. അപ്പോൾ അതിന്റെ കൂടെ ഇതും കൂടെ ഒന്ന് അഡീഷണൽ ആയിട്ട് അറിഞ്ഞിരിക്കുക. നമ്മളെ ഒരുപാട് നോസ് റേഡിയസ് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. നോസ് റേഡിയസ് എന്ന് പറഞ്ഞ സാധനം കൊടുക്കുന്നത് നല്ലതാണ്. പക്ഷെ ഒരുപാട് കൊടുത്തു കഴിഞ്ഞാൽ ചാറ്ററിങ് വരും. അതറിയത്തില്ലല്ലോ, ആ സാധനം ഒന്നും അറിയത്തില്ല. നമ്മുടെ ഏതിലാണ്? നമ്മുടെ അതേനെ നമുക്ക് ഇതില് മെഷീൻ ടൂൾസിന് ഏതില്? ജൂനിയർ ഇൻസ്ട്രക്ടറിലാണ്. ജൂനിയർ ഇൻസ്ട്രക്ടറിലാ? നിമിഡിക്സിലുണ്ടോ? ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. ടേബിൾ ആയിട്ടൊന്നും കണ്ടിട്ടില്ല. നോസ് റേഡിയസ് എത്ര കൊടുക്കാന്നൊക്കെയാണ്. ഉം 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 ഉം. നമ്മുടെ നിമിയിൽ ഇല്ല എന്നാണ് വിശ്വാസം. നിമിയിൽ നമുക്ക് ആ കൂടെ ഉള്ള സാധനം എന്ന് പറഞ്ഞത് നോസ് റേഡിയസിന്റെ അല്ല. നമ്മുടെ വി ടി റേസ് ടു എൻ കൊടുക്കുന്ന സാധനത്തിൽ എന്നിന്റെ വാല്യൂ എന്തിനു കൊടുക്കാം എന്നുള്ള സാധനത്തിന് വേണ്ടിയിട്ട് ഒരു ടേബിൾ ഉണ്ട്. അപ്പൊ നോക്ക്, തപ്പിട്ടെങ്കിൽ എടുത്തിട്ടാ എങ്കിൽ അത് നമുക്ക് നോക്കാം എത്ര കൊടുക്കാന്നൊക്കെയാണ്. മാക്സിമം എത്ര, മിനിമം എത്ര എന്നാ. ആഹാ. നോക്ക്. ഓക്കെ. ഇനി കട്ടിംഗ് എഡ്ജ് ആംഗിൾ. ഇപ്പം കട്ടിംഗ് എഡ്ജ് ആംഗിൾ ഓൾറെഡി നമ്മൾ കട്ടിംഗ് എഡ്ജുകൾ രണ്ട് പഠിച്ചിട്ടുണ്ട് അല്ലേ? എൻഡ് കട്ടിംഗ് എഡ്ജും സൈഡ് കട്ടിംഗ് എഡ്ജും എന്ന് പറഞ്ഞിട്ട് രണ്ട് കട്ടിംഗ് എഡ്ജ് പഠിച്ചിട്ടുണ്ടെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആംഗിൾ. ഇപ്പൊ എൻഡ് കട്ടിംഗ് എഡ്ജ് ആംഗിൾ ഇൻക്രീസസ്, നോസ് സൈസ് ഡിക്രീസസ് ആൻഡ് സർഫസ് ഫിനിഷ് ഇസ് പുവർ. അപ്പൊ ഇത് എന്തായാലും ഒന്ന് പഠിച്ചു വെക്കണം. ഇത് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. ഓക്കെ. നമ്മുടെ കട്ടിംഗ് എഡ്ജ് എന്നല്ലേ, കട്ടിംഗ് എഡ്ജ് ആംഗിളുകൾ അറിയാമെങ്കിൽ ഇത് ഈ പരിപാടി ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ. നോസ് റേഡിയസ്, കട്ടിംഗ് എഡ്ജ് ആംഗിളുകൾ നോക്കാം. കട്ടിംഗ് എഡ്ജ് ആംഗിളുകൾ പറഞ്ഞുതരാം ആദ്യം. അപ്പൊ നമുക്ക് രണ്ട് കട്ടിംഗ് എഡ്ജ് ആംഗിളുകളാണ്. ഒരെണ്ണത്തെ വന്നിട്ട് നമ്മളെ സൈഡ് കട്ടിംഗ് എഡ്ജ് ആംഗിളും മറ്റൊരെണ്ണത്തിനെ പറ്റി പറയുന്നത് നമ്മുടെ എൻഡ് കട്ടിംഗ് എഡ്ജ് ആംഗിൾ. അപ്പം കട്ടിംഗ് എഡ്ജ് ആംഗിൾ എന്ന് പറഞ്ഞാൽ ഇത് ബേസ് ആണ് അല്ലെ? ഇത് ബേസ്.
നമ്മൾ ബേസിന്റെ ലൈൻ ഇങ്ങനെ വരയ്ക്കുന്നുണ്ട്, ബേസിന്റെ ലൈൻ ഇങ്ങനെ വരയ്ക്കുന്നുണ്ട്. ഈ ബേസിന്റെ ലൈനിൽ നിന്നും എഗെയിൻ എന്താ വരയ്ക്കുന്നത്, നമ്മുടെ ഇതാണ് നമ്മുടെ എൻഡ് കട്ടിങ് എഡ്ജ് അല്ലെ. ഈ എൻഡ് കട്ടിങ് എഡ്ജ് ഇങ്ങനെ നിങ്ങൾ വരയ്ക്കുകയാണെങ്കിൽ, ഇങ്ങനെ നിങ്ങൾ വരയ്ക്കുകയാണ്, നമ്മുടെ ഇതിൽ നിന്നും ഒരു പെർപെൻഡിക്കുലർ എഗെയിൻ, നമ്മുടെ ബേസിൽ നിന്ന് എഗെയിൻ പെർപെൻഡിക്കുലർ ഇവിടെ നിന്ന് ഇങ്ങനെ വരികയാണെങ്കിൽ ഇതിന് തമ്മിൽ മേടിപ്പിക്കുന്ന ആംഗിൾ, ഇദ്ദേഹത്തിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു ലൈൻ ഇങ്ങനെ, അതെ ഇങ്ങനെ ഒരു സംഭവം പെർപെൻഡിക്കുലർ ആയിട്ട് നമ്മൾ ഇങ്ങോട്ട് വരയ്ക്കുന്നു എന്ന് വെച്ചോ. ബേസ് ഇങ്ങനെ എടുക്കുകയാണെങ്കിൽ ബേസിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഇങ്ങനെ ഒരു ലൈൻ വരയ്ക്കുന്നുണ്ട്. പോരാത്തതിന് നമ്മുടെ ഇരിക്കുന്ന എൻഡ് കട്ടിങ് എഡ്ജിന്റെ ഇവിടെ നിന്ന് നമുക്കൊരു ലൈൻ സ്ട്രൈറ്റ് ലൈൻ ആയിട്ട് വരയ്ക്കുകയാണെങ്കിൽ ഇത് തമ്മിൽ മേടിപ്പിക്കുന്ന ആംഗിൾ ആയിരിക്കും നമ്മുടെ എൻഡ് കട്ടിങ് എഡ്ജ് ആംഗിൾ. ഓക്കെ ആണോ? ആലോചിച്ചിട്ട് പറ. അത് ഉണ്ടാക്കുന്ന ആംഗിൾ അത്രേ ഉള്ളൂ. ഇനി അതുപോലെ തന്നെ ബേസ് പാരലൽ ആണല്ലോ, ബേസ് ഇങ്ങനെ ഇരിക്കുന്ന സാധനമാണെങ്കിൽ ബേസിന് പാരലൽ ആയിട്ട് അല്ലെ, ബേസ് പാരലൽ ആയിട്ടാണ് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പൊ ബേസിന് പാരലൽ ആയിട്ട് മറ്റൊരു ലൈൻ ഇങ്ങനെ വരയ്ക്കുന്നുണ്ട്. അത് പോരാന്ന് വെച്ചാൽ ഇതാണ് നമ്മുടെ സൈഡ് കട്ടിങ് എഡ്ജ് എന്ന് പറഞ്ഞ സാധനം, ഇതാണ് സൈഡ് കട്ടിങ് എഡ്ജ്. ആ സൈഡ് കട്ടിങ് എഡ്ജിൽ നിന്നും നിങ്ങൾ ആ സൈഡ് കട്ടിങ് എഡ്ജ് ഇങ്ങോട്ട് പോവുകയാണ്, അതിനെ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഇതിനെ ബാക്കിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനിടയ്ക്ക് ഒരു ആംഗിൾ വരും, ഇദ്ദേഹത്തിന്റെ പേരായിരിക്കും സൈഡ് കട്ടിങ് എഡ്ജ് ആംഗിൾ. അല്ലെ പറഞ്ഞാൽ സൈഡ് കട്ടിങ് എഡ്ജ് ആംഗിൾ. ഓക്കെ, എക്സ്റ്റെൻഡ് ചെയ്താൽ മതി. ഈ സാധനത്തിന് സൈഡ് കട്ടിങ് എഡ്ജിനെ നിങ്ങൾ പതുക്കെ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് പിറകോട്ട് കൊണ്ടുവന്നാലും ശരി തന്നെ. അതിനിടയ്ക്ക് കിട്ടുന്ന ആംഗിൾ ആയിരിക്കും ഈ സൈഡ് കട്ടിങ് എഡ്ജ് ആംഗിൾ എന്ന് പറഞ്ഞ സാധനം. ഓക്കെ, എല്ലാം ഒരേ കൺസെപ്റ്റ് തന്നെ. ഓക്കെ, ഓക്കെ അല്ലേ? അപ്പം ഈ സൈഡ് കട്ടിങ് എഡ്ജ് ആംഗിളും അതുപോലെ തന്നെ നമ്മുടെ എൻഡ് കട്ടിങ് എഡ്ജ് ആംഗിളും നമുക്ക് കിട്ടണമെങ്കിൽ നമ്മളതിൽ എന്താ വേണ്ടത്, നമുക്ക് മുകളിൽ നോക്കിയാലേ പറ്റത്തുള്ളൂ. സൈഡ് കട്ടിങ് എഡ്ജ് ആംഗിളും എൻഡ് കട്ടിങ് എഡ്ജ് ആംഗിളും കാണണമെങ്കിൽ, പ്രോപ്പർ ആയിട്ട് നിങ്ങൾക്ക് കാണണമെങ്കിൽ സൈഡ് വ്യൂവിലോ ഫ്രണ്ട് വ്യൂവിലോ പറ്റത്തില്ല, ടോപ്പ് വ്യൂവിലേ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് ഇവന്മാര് ടോപ്പ് വ്യൂവിൽ എന്ത് കൊടുത്തിരിക്കുന്നത്, ഇത് ടോപ്പ് വ്യൂ ആണ് അല്ലെ. ടോപ്പ് വ്യൂവിൽ എന്താ കൊടുത്തിരിക്കുന്നത്, എൻഡ് കട്ടിങ് എഡ്ജ് ആംഗിളും അതുപോലെ തന്നെ സൈഡ് കട്ടിങ് എഡ്ജ് ആംഗിളും കൊടുത്തിരിക്കുന്നത്. അതും ക്ലിയർ ആയോ നോക്കി. സൈഡ് കട്ടിങ് എഡ്ജ് ആംഗിളും എൻഡ് കട്ടിങ് എഡ്ജ് ആംഗിളും എവിടെയാണ് കൊടുത്തിരിക്കുന്നത്, ടോപ്പ് വ്യൂവിലായിരിക്കും കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇനി നോക്കിയാൽ സൈഡ് കട്ടിങ് എഡ്ജ് ആംഗിളും അല്ല, സൈഡ് കട്ടിങ് എഡ്ജ് ആംഗിളും എൻഡ് കട്ടിങ് എഡ്ജ് ആംഗിളും കൂടെ ആയിരിക്കും കംപ്രൈസസ് ഓഫ് എന്ത് കിട്ടുന്നത്, നിങ്ങൾക്ക് നോസ് റേഡിയസ് കിട്ടുന്നത്. നോസ് റേഡിയസ് കിട്ടുന്നത്. അതുപോലെ അതിന്റെ എന്തും കിട്ടുന്നുണ്ട്, നോസും കൂടെ കിട്ടുന്നുണ്ട്. നോസ് റേഡിയസും കിട്ടുന്നുണ്ട്, നോസും കൂടെ കിട്ടുന്നുണ്ട്. ക്ലിയർ അല്ലേ? നോസ് റേഡിയസ്, നോസ് എല്ലാ ഭാഗങ്ങളും കിട്ടുന്നത് ഈ സൈഡ് കട്ടിങ് എഡ്ജ് ആംഗിളും അതുപോലെ തന്നെ എൻഡ് കട്ടിങ് എഡ്ജ് ആംഗിളിന്റെയും ആ ഒരു സർഫസിനെ അങ്ങ് മെയിൻറ്റെയിൻ ചെയ്യണം, അല്ലെങ്കിൽ രണ്ട് കട്ടിങ് എഡ്ജും കൂടെ ചേരുമ്പോഴായിരിക്കും ഇത് കിട്ടുക. ഓക്കെ, അപ്പം അത് രണ്ടും നോക്കിക്കൊള്ളണം. ഇത് എവിടെയാണ് സൈഡ് കട്ടിങ് എഡ്ജ് ആംഗിൾ എവിടെയാണ് ഇരിക്കുന്നത്, എൻഡ് കട്ടിങ് എഡ്ജ് എവിടെയാണ് ഇരിക്കുന്നത്. ഇനി കണ്ടീഷനുകൾ നോക്കാം. എന്തോ ഒരു സാധനം കൂടുകയാണ് അല്ലെ, സൈഡ് കട്ടിങ് എഡ്ജ് എന്ന് പറഞ്ഞ സാധനം കൂടുകയാണ്. അപ്പൊ എന്താ പറ്റുക അതാണ് നോക്കുന്നത്. നോക്കിയാൽ ആദ്യം പറയുന്ന സാധനം നമ്മൾ എൻഡ് കട്ടിങ് എഡ്ജ് ആംഗിൾ ഇൻക്രീസ് ചെയ്തു എന്ന് വെച്ചോ. അപ്പൊ ഞാൻ ചുമ്മാ ഒരു ഫിഗർ പോലെ വരയ്ക്കുകയാണെങ്കിൽ ഇതാണ് നമുക്കിപ്പോൾ കിട്ടിയ സാധനത്തിന്റെ എൻഡ് കട്ടിങ് എഡ്ജ് ആംഗിൾ. ചെറിയ സാധനമായിരുന്നു എൻഡ് കട്ടിങ് എഡ്ജ് ആംഗിൾ. ഇവിടെയാണ് നമ്മുടെ നോസ് റേഡിയസ് എന്ന് പറഞ്ഞ സാധനം വരുന്നത്. ഇവിടെയാണ് നമ്മുടെ സൈഡ് കട്ടിങ് എഡ്ജ് ഇരിക്കുന്നത്. ഇപ്പം നമ്മുടെ ഇരിക്കുന്ന ഈ എൻഡ് കട്ടിങ് എഡ്ജ് ആംഗിൾ കൂടി, അപ്പൊ ഇത് ഇങ്ങോട്ടിരുന്നു. അപ്പം സൈഡ് ഇത് എൻഡ് കട്ടിങ് എഡ്ജ് ആംഗിൾ ഇത്തിരി കൂടെ കൂടി, എൻഡ് കട്ടിങ് എഡ്ജ് ആംഗിൾ ഇത്തിരി കൂടെ കൂടിയാണെങ്കിൽ നോസ് സൈസ് എന്തായി പറ്റും, നോസ് സൈസ് കുറയും അല്ലെ. നമ്മുടെ എൻഡ് കട്ടിങ് എഡ്ജ് ആംഗിൾ നമ്മളതിൽ ഇതായി കഴിഞ്ഞാൽ, എൻഡ് കട്ടിങ് എഡ്ജ് ആംഗിൾ ആക്ച്വലി സംഭവത്തിനെ കാട്ടി അല്ലെ, ആക്ച്വലി ഇരിക്കുന്ന സാധനത്തിനെ കാട്ടിയും കുറച്ചുകൂടെ കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ നോസ് സൈസ് ഡിക്രീസ് ചെയ്യും. ഡിക്രീസ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് കിട്ടുന്ന സർഫസ് ഫിനിഷ് നമ്മൾ പഠിച്ച എന്തായിരുന്നു, നോസ് റേഡിയസ് കൂടി കഴിഞ്ഞാൽ പ്രോപ്പർ ആയിട്ടുള്ള സർഫസ് ഫിനിഷും കാര്യങ്ങളും കിട്ടും, അല്ലെങ്കിൽ നല്ലൊരു മെഷീനബിലിറ്റി കിട്ടാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ജാറ്ററിങ് എഫക്റ്റ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ടെന്ന് പറഞ്ഞു. പക്ഷെ അതുകൊണ്ട് തന്നെ എന്താണ്, ഇതിന് പോർ സർഫസ് ഫിനിഷ് ആയിരിക്കും. അത് അങ്ങനെ പഠിച്ചു വെച്ചിരിക്കുക. ഇനി അതുപോലെ തന്നെ രണ്ടാമത്തെ കേസ് എന്നറിയപ്പെടുന്നത് നമുക്ക് എന്താ ചെയ്യാൻ വേണ്ടി പറ്റും, സൈഡ് കട്ടിങ് എഡ്ജ് ആംഗിൾ അല്ലെ. നമ്മളിരിക്കുന്ന തൊട്ട് താഴെ ഇരിക്കുന്ന സൈഡ് കട്ടിങ് എഡ്ജ് ആംഗിൾ, ആക്ച്വലി സൈഡ് കട്ടിങ് എഡ്ജ് ഇവിടെ ഇരിക്കുകയാണെങ്കിൽ സൈഡ് കട്ടിങ് എഡ്ജ് ആംഗിൾ കുറച്ചുകൂടെ കൂടിയെന്ന് വെച്ചു. സൈഡ് കട്ടിങ് എഡ്ജ് ആംഗിൾ ഇൻക്രീസസ് ആണെങ്കിൽ എന്തായി പറ്റും, നോസ് സൈസ് എന്ത് ചെയ്യുന്നുണ്ട്, ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. നോസ് സൈസ് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ അത്യാവശ്യം എന്ത് കിട്ടുന്നുണ്ട്, ഗുഡ് സർഫസ് ഫിനിഷ് കിട്ടുന്നുണ്ട്. ക്ലിയർ ആണ്? അത് രണ്ടും പഠിച്ചു വെച്ചിരിക്കുക. ഓക്കെ, അതായത് നമ്മുടെ എൻഡ് കട്ടിങ് എഡ്ജ് ആംഗിൾ അധികം കൂട്ടിയിട്ട് കാര്യമില്ല, നമ്മുടെ സൈഡ് കട്ടിങ് എഡ്ജ് ആംഗിൾ അതായത് മേജർ കട്ടിങ് എഡ്ജ് ആംഗിൾ കൂട്ടിയിട്ടേ കാര്യമുള്ളൂ. അപ്പോൾ കൂട്ടി കഴിഞ്ഞാൽ എന്താ പ്രത്യേകത വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ നോസ് എന്താണ് ഇൻക്രീസ് ചെയ്യും. ഇപ്പോൾ നോസ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ പ്രോപ്പർ ആയിട്ടുള്ള സർഫസ് ഫിനിഷ് കിട്ടും. അത്രേ ഉള്ളൂ. ഓക്കെ, ഇനി അതുപോലെ തന്നെ അടുത്ത പറയുന്നത് എൻഡ് കട്ടിങ് എഡ്ജ് ആംഗിൾ റേഞ്ച് 8 മുതൽ 20 എന്നൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. നമ്മുടെ ടെക്സ്റ്റിനകത്ത് വേറെ ആയിരുന്നു അല്ലെ, ഒരു 40-45 എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സാധനം പഠിച്ചിട്ടില്ലേ, 30-45 എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സാധനം. അതെ അതെ, നമ്മൾ അത് പഠിക്കാം. അതെ അതെ, നമ്മൾ അത് പഠിക്കാം. ഇത് വേണ്ട കേട്ടോ, നമ്മൾ ആ സമയത്ത് അത് പഠിക്കുന്നത്, നാളെ പഠിക്കും. നാളെ നമ്മൾ അതാണ് എടുക്കുന്നത്.
നാളെ എടുക്കും. ഞാൻ ഇത് രണ്ടും കൂടെ മിക്സ് ആക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഇത് ചുമ്മാ ചുമ്മാ പറഞ്ഞു വിടുന്നത് കേട്ടോ. മറ്റേതിനകത്ത് എന്താണോ കൊടുത്തിരിക്കുന്നത് അത് മാത്രം പഠിച്ചാൽ രണ്ടും കൂടെ മിക്സ് ആക്കണം. നമ്മുടെ ടെക്സ്റ്റിൽ എന്താണോ കൊടുത്തിരിക്കുന്നത് അത് മാത്രം പഠിക്കുക. ഇവിടെ സൈഡ് കട്ടിങ് എഡ്ജ് ആംഗിളും കൊടുത്തിരിക്കുന്നത് 65-90 എന്നാണ്. പക്ഷെ നമ്മുടെ ടെക്സ്റ്റിനകത്ത് കൊടുത്തിരിക്കുന്നത് വേറെ ആംഗിളാണ്. നമുക്ക് ഒരു 45ന്റെ റേഞ്ച് എന്തൊരു സാധനമുണ്ട്, 30-45. 40, അതെ. ഉം. ഉം. ആ ഡയറക്റ്റ് ആയിട്ട് 30, 30. ഉം. ഉം. രണ്ടിൽ കൂടാൻ കഴിയില്ല. അത് ഞാൻ പറയാം, അത് തന്നെ പറഞ്ഞു. അതിനകത്ത് ഒരു സാധനം കൂടെ ഉണ്ട്, അത് കൂടെ പറയാം, അത് പറയാം. ഓക്കെ, ഇത്രയും ക്ലിയർ അല്ലേ? ഈ സാധനങ്ങൾ ഇത്രയും ക്ലിയർ അല്ലേ? ആ സൈഡ് ക്ലിയറൻസ് ആംഗിൾ എന്ന് പറഞ്ഞ സാധനം കൂടെ കാണുന്നുണ്ടോ? ഉം, ഉം. ആ. ഉം, ഉം. ഇല്ല, ഞാൻ ഇപ്പം എടുത്തു വെച്ചിരിക്കുന്ന സാധനത്തിലാണോ? അല്ലല്ല. ആ, ഓക്കെ. നമ്മളെ ഇത് കണ്ടോ, ഇതൊരു സാധനം കണ്ടോ, സൈഡ് ക്ലിയറൻസ് ആംഗിൾ എന്ന് പറഞ്ഞ വേണ്ട. നമുക്കിപ്പം തൽക്കാലത്തേക്ക് അറിയേണ്ട കുറച്ച് സാധനങ്ങൾ ഇതൊക്കെ ഉള്ളൂ. അതായത് റിലീഫ് ആംഗിളുകൾ എന്തൊക്കെയാണ്. അതായത് നമുക്ക് ചോദിക്കുന്ന സാധനം എന്ന് പറഞ്ഞാൽ ടൂൾ ഡെസിഗ്നേഷൻ എന്ന് പറഞ്ഞ സാധനമല്ലേ, അല്ലെങ്കിൽ ടൂൾ നോമൻക്ലേച്ചർ എന്നോ ടൂൾ ഡെസിഗ്നേഷൻ എന്നോ ഉണ്ട്. 7 ഇത് വെച്ചിട്ടായിരിക്കും നമ്മൾ ടൂൾ ഡെസിഗ്നേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ ടൂൾ ഡെസിഗ്നേഷനകത്ത് വരുന്ന സാധനങ്ങൾ ഏതൊക്കെയാണ്, അതാണ് നമ്മളിപ്പോൾ പഠിക്കുന്നത്. ഓക്കെ. അതല്ലാതെ അതായത് ഏതോ ഒരു 2 ആംഗിളുകൾ കൂട്ടിയിട്ടൊക്കെ ആയിരിക്കും ഈ ക്ലിയറൻസ് ആംഗിളൊക്കെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് വെക്കുന്നത്. ഒരു 2 ആംഗിളുകൾ പർട്ടിക്കുലർ രീതിയിൽ നമ്മൾ കയറ്റി വെച്ചിട്ടൊക്കെ ആയിരിക്കും നമുക്ക് ക്ലിയറൻസ് ആംഗിൾ മെയിൻറ്റെയിൻ ചെയ്ത് വെക്കുന്നത്. അപ്പോൾ പറയും, ജസ്റ്റ് ഒരു കാര്യം പറഞ്ഞുതരാം. ഓക്കെ. ഇതാണ് അവിടെ എൻഡ് കട്ടിംഗ് എഡ്ജ് ആംഗിളും അതുപോലെ സൈഡ് കട്ടിംഗ് എഡ്ജ് ആംഗിൾ. അപ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നത് എൻഡ് കട്ടിംഗ് എഡ്ജ് ആംഗിൾ ആക്ച്വലി ഇരുന്ന സാധനത്തിനെ കട്ടിങ് കൂടി കഴിഞ്ഞാൽ നമ്മുടെ നോസ് കുറയും. അതുപോലെ തന്നെ നമ്മുടെ ഇരിക്കുന്ന സൈഡ് കട്ടിംഗ് എഡ്ജ് ആംഗിൾ എന്ന സാധനം ആക്ച്വലി ഇരിക്കുന്നതിനെ കട്ടിങ് കുറച്ചുകൂടെ കൂടിയെന്ന് വെച്ചോ. സൈഡ് കട്ടിംഗ് എഡ്ജ് ആംഗിൾ ആക്ച്വലി ഇരിക്കുന്നതിനെ കട്ടിങ് കുറച്ചുകൂടെ കൂടിയാണെങ്കിൽ നമ്മുടെ നോസിനെ എന്ത് ചെയ്യുന്നുണ്ട്, വളരെയധികം കൂട്ടാൻ വേണ്ടിയിട്ട് പറ്റും എന്നുള്ളൊരു കണ്ടീഷനാണ്. ഇത് രണ്ടും ഓർമ്മിച്ച് വെച്ചേക്കുക കേട്ടോ. ഇത് നമ്മുടെ ടെക്സ്റ്റിലൊന്നും ഇല്ല, അതുകൊണ്ട് നോക്കി വെച്ചേക്കുക. Nose radius, with increase of the nose radius, the height of irregularities produced in machine surfaces decrease, in good surface finish is obtained. അതായത് നോസ് റേഡിയസ് നമുക്ക് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്, ഇറഗുലാരിറ്റീസ് പ്രൊഡ്യൂസ് ഇൻ ദ മെഷീൻ സർഫസ് അല്ലെ. മെഷീൻ സർഫസിനകത്ത് അങ്ങനെ, അല്ലെങ്കിൽ നമുക്ക് നോസ് റേഡിയസ് കൂടിക്കഴിഞ്ഞാലുള്ള പ്രയോജനം അതാണ്. അപ്പോൾ ഇതിൽ എന്തെങ്കിലുമൊക്കെ ഇറഗുലാരിറ്റീസ് ഒക്കെ വരുന്ന സാധനത്തിനെ നമുക്ക് മാക്സിമം കുറയ്ക്കാൻ വേണ്ടി വരും. അതായത് നോസ് ഭയങ്കര രീതിയിൽ കൂർത്തിരുന്ന് കഴിഞ്ഞാൽ, കൂർത്തിരിക്കുക എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ് പ്രത്യേകത, അതിന് നോസ് റേഡിയസ് ഇല്ല, ഒട്ടും ഇല്ലാത്ത ഒരു കണ്ടീഷൻ വരികയാണെങ്കിൽ നമുക്ക് എന്താ പറ്റുന്നത്, ഇറഗുലാരിറ്റീസ് വരാനുള്ള സാധ്യത കൂടും. അതേസമയം കുറച്ചുകൂടെ വലിയ സർഫസ് ഉള്ള ഒരു രീതിയിലാണ് വരുന്നതെങ്കിൽ ഇറഗുലാരിറ്റീസിനെ കുറയ്ക്കാൻ വേണ്ടി പറ്റും. അതുവഴി നമുക്ക് സർഫസ് ഫിനിഷ് കിട്ടുന്നുള്ള സംഭവമാണ് പറയുന്നത്. ഓക്കെ. എക്സസീവ് ഹൈ നോസ് റേഡിയസ് റിസൾട്ട് ഇൻ ദ ചാർട്ടർ മാർക്ക് ഓൺ ദ വർക്ക് പീസ്. പക്ഷേ എന്താ പ്രത്യേകത, സർഫസ് ഫിനിഷ് കിട്ടുമായിരുന്നാലും ഒരു പർട്ടിക്കുലർ റേഞ്ചിനെക്കാട്ടിയും കൂടിക്കഴിഞ്ഞാൽ നമുക്ക് ചാർട്ടർ മാർക്ക് ഉണ്ട്. അപ്പോൾ നോക്കി ഒപ്റ്റിമം വാല്യൂ, ഇത് നോക്കി ഒപ്റ്റിമം വാല്യൂ ചോദിച്ച സാധനം കിട്ടി അല്ലേ. 0.2 mm മുതൽ എത്രയാണ്, 1.2 mm വരെ ആയിരിക്കും നമ്മുടെ നോസ് റേഡിയസിന്റെ റേഞ്ച് പറയുന്നത്. 0.2 mm 1.2 mm ഇടയ്ക്കായിരിക്കും. നമ്മൾ നോസ് റേഡിയസിനെ കുറിച്ച് ഓരോരമായി പറഞ്ഞാലും ഈ ഒരു റേഞ്ച് ഒക്കെ ഒന്ന് പഠിച്ചു വയ്ക്കുക. 0.2 അതുപോലെ തന്നെ 1.2 mm ഇടയ്ക്കായിരിക്കും നോസ് റേഡിയസ് വരിക. ഓക്കെ, ഇതൊന്നും വേണ്ട. നോസ് റേഡിയസ് അപ്രോച്ചസ് 0, ദ പുവർ സർഫസ് ഫിനിഷ് ഇസ് ഒബ്റ്റെയിൻഡ്. അതായത് നോസ് റേഡിയസ് ഇല്ലാതായിരിക്കുന്ന ഒരു കണ്ടീഷൻ വരികയാണെങ്കിൽ നമ്മുടെ ഇതെന്നറിയപ്പെടുന്നത് എന്താണ്, ഇറഗുലാരിറ്റീസ് കൂടുകയും നമുക്ക് സർഫസ് ഫിനിഷ് ഒട്ടും ഇല്ലാത്ത ഒരു കണ്ടീഷൻ വരുന്നു. ഇൻക്രീസസ് ദ ഹൈറ്റ് ഓഫ് ഇറഗുലാരിറ്റീസ്, ഡിക്രീസസ് ആൻഡ് ഗുഡ് സർഫസ് ഫിനിഷ് ഇസ് ഒബ്റ്റെയിൻഡ്. ചുമ്മാ കേട്ട് വെച്ചിരിക്കുക. നമുക്ക് വേണ്ട സാധനം, അടുത്ത സാധനം വന്നിട്ട് എന്തായിരുന്നു അല്ലേ, നമ്മുടെ ടൂൾ സിഗ്നേച്ചർ എന്നുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ടൂൾ സിഗ്നേച്ചറിൽ ആക്ച്വലി പറയുന്നത് 7 എണ്ണം അല്ലേ, 1 2 3 4 5 6 7 എണ്ണം ഉള്ള രീതിയിലായിരിക്കും പറയുന്നത്. അപ്പോൾ നമ്മളിപ്പം പഠിച്ചിരിക്കുന്ന ഓർഡർ എന്തായിരുന്നു, ആദ്യം പഠിച്ചത് ഫസ്റ്റ് പഠിച്ച ടൂളുമായിട്ട് ബന്ധപ്പെട്ടുള്ള നോമൻക്ലേച്ചറിലെ ഏത് ആംഗിൾ ആദ്യം പഠിച്ചത്, ഫസ്റ്റ് പഠിച്ച ഏതായിരുന്നു, ബാക്ക് റേക്ക് ആംഗിളിനകത്ത് ബാക്ക് അല്ലെങ്കിൽ ടോപ്പ് റേക്ക് ആംഗിൾ ആയിരുന്നു ആദ്യം പഠിച്ചത്. ടോപ്പ് റേക്ക് ആംഗിൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത പഠിച്ചത് സൈഡ് റേക്ക് ആംഗിൾ അല്ലേ. അതായത് ബേക്ക് റേക്ക് ആംഗിൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത നമ്മൾ പഠിച്ചത് സൈഡ് റേക്ക് ആംഗിൾ ആയിരുന്നു. സൈഡ് റേക്ക് ആംഗിൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത നമ്മൾ പഠിച്ചത് എൻഡ് റിലീഫ് ആംഗിൾ ആയിരുന്നു അല്ലേ. നമുക്ക് എൻഡ് റിലീഫ് ആംഗിൾ ആയിരുന്നു. എൻഡ് റിലീഫ് ആംഗിൾ കഴിഞ്ഞിട്ട് എന്താ പഠിച്ചത്, സൈഡ് റിലീഫ് ആംഗിൾ ആണ് പഠിച്ചത് അല്ലേ. എൻഡ് റിലീഫ് ആംഗിൾ കഴിഞ്ഞിട്ട് സൈഡ് റിലീഫ് ആംഗിൾ, സൈഡ് റിലീഫ് ആംഗിൾ കഴിഞ്ഞിട്ട് എന്താ പഠിച്ചത്, എൻഡ് കട്ടിംഗ് എഡ്ജ് ആംഗിൾ, എൻഡ് കട്ടിംഗ് എഡ്ജ് ആംഗിൾ കഴിഞ്ഞിട്ട് പഠിച്ചത് സൈഡ് കട്ടിംഗ് എഡ്ജ് ആംഗിൾ, ലാസ്റ്റ് പഠിച്ചത് എന്തായിരുന്നു, നോസ് റേഡിയസ്. ഇതായിരുന്നു അല്ലേ BSc. പിന്നെ NSc അങ്ങനെയാണ് അന്ന് പഠിച്ചതെന്ന് തോന്നുന്നു അല്ലേ. BSc NSc പിന്നെ നടുക്കൊരു S, BSc അതുപോലെ തന്നെ ബാക്കിൽ നിന്ന് ഇങ്ങോട്ട് NSc അതുപോലെ തന്നെ S എന്നുള്ള രീതിയിൽ എന്താണ് പഠിച്ചത്.
അത് ഞാൻ അങ്ങനെ പഠിച്ചു വയ്ക്കുക. ബാക്ക് റേക്ക് ആംഗിൾ ഉണ്ട്, സൈഡ് റേക്ക് ആംഗിൾ ഉണ്ട്, അതിനുശേഷം പഠിച്ചത് എൻഡ് റിലീഫ് ആംഗിൾ ഉണ്ട്, അതുപോലെ തന്നെ സൈഡ് റിലീഫ് ആംഗിൾ ഉണ്ട്, എൻഡ് കട്ടിംഗ് എഡ്ജ് ആംഗിൾ ഉണ്ട്, സൈഡ് കട്ടിംഗ് എഡ്ജ് ആംഗിൾ ഉണ്ട്, ലാസ്റ്റ് നോസ് റേഡിയസ്. ഇങ്ങനെയാണ് ടൂളിനെ നമ്മൾ സിഗ്നേച്ചർ എന്നുള്ള രീതിയിൽ ഇതാക്കുന്നത്. അതായത് ഒരു ടൂൾ തന്നു കഴിഞ്ഞാൽ ചിലപ്പം ടൂളിനകത്ത് ടൂളിന്റെ ആ ഒരു ഡപ്പിക്കകത്ത് അല്ലെങ്കിൽ ടൂളുമായിട്ട് ബന്ധപ്പെട്ട ആ ഡപ്പിക്കകത്ത് എഴുതിയിരിക്കുന്ന സാധനം ഇതായിരിക്കും. 7, 14, 6, 6, 18 ഇതെന്ന് പറഞ്ഞാൽ 0.8 എന്നുള്ള രീതിയിൽ എടുക്കുകയാണെങ്കിൽ അത് ഓരോന്നും എന്തിനായിരിക്കും റെപ്രസെന്റ് ചെയ്യാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ് കേട്ടോ. ക്ലിയർ അല്ലേ? 0.8 ഇതെല്ലാം MM-ലായിരിക്കും പറയുന്നത്. ബാക്കിയുള്ള സാധനങ്ങൾ മാത്രം അല്ല, ഇത് ഓരോന്ന് ആംഗിളുകൾ. ഇത് ബാക്ക് റേക്ക് ആംഗിളിന്റെ ആംഗിൾ, ഈ 14 ഡിഗ്രി എന്ന് പറഞ്ഞ സാധനം സൈഡ് റേക്ക് ആംഗിൾ, 6 എന്ന് പറഞ്ഞാൽ എൻഡ് റിലീഫ്, അല്ല 6 ഈ 6 എന്നറിയപ്പെടുന്നത് സൈഡ് റിലീഫ്, ഈ 18 എന്ന് പറഞ്ഞാൽ എൻഡ് കട്ടിംഗ് എഡ്ജ് ആംഗിൾ, ഈ 16 എന്ന് പറഞ്ഞാൽ സൈഡ് കട്ടിംഗ് എഡ്ജ് ആംഗിൾ, 0.8 എന്ന് പറഞ്ഞാൽ നോസ് റേഡിയസ്. ഓക്കെ, ഏതാ? ഇവരത് എക്സാമ്പിൾ കൊടുത്തിരിക്കുന്നു, അത്രേ ഉള്ളൂ. സിഗ്നേച്ചർ എന്നാണ് പറയുന്നത്. ആ 15 വരുന്ന സാധനം അതല്ലേ പഠിച്ചത്? 15. അതിന് മറ്റേനകത്ത് അതായത് നമ്മുടെ ഫസ്റ്റത്തെ സാധനം റേക്ക് ആംഗിൾ ആക്ച്വലി 45-നും -10-നും ഇടയ്ക്കാണ് പറയുന്നത്. ഇതാണ് മൈനസില് നെഗറ്റീവിലോട്ട് വരും. ഇത് 5 മുതൽ 15, അത് സൈഡ് റേക്ക് ആംഗിൾ 5 to 15. അല്ലല്ല, അത് സീറോയും പോസിറ്റീവ് നെഗറ്റീവ് എന്നുള്ള രീതിയിൽ മാത്രമേ പറയുന്നുള്ളൂ. നെഗറ്റീവ് എടുക്കുന്നുണ്ട്, സീറോ എടുക്കുന്നുണ്ട്, പോസിറ്റീവ് എന്ന് മാത്രമേ പറയുന്നുള്ളൂ. ആംഗിളിന്റെ കേസ് ഒന്നും പറയുന്നില്ല, കഥകളൊന്നും പറയുന്നില്ല. ഇത് ഇവിടെ പറയുന്നത് ഇങ്ങനെയാണ്. ആ സീറോ സീറോ വരത്തില്ലല്ലോ. സീറോക്ക് 0 എന്ന് പറഞ്ഞ രീതിയിൽ പറയുന്നുണ്ടല്ലോ ഓൾറെഡി. സീറോയെക്കാട്ടും കൂടുതൽ 45 ഡിഗ്രി വരെ. മാക്സിമം നെഗറ്റീവ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എത്ര വരും? -10 വരെ വരും. -10 വരെ. അത് അങ്ങനെ അത്രയും സ്ട്രെസ്ഫുൾ ആയിട്ട് ചോദിച്ചാലേ അങ്ങനെയുള്ളൂ. അല്ലാത്ത പക്ഷം ഒന്നും പറയണ്ട. കാരണം ഇത് ഓരോ ഇവന്മാരുടെ ഇതല്ലേ, ഇവന്മാരുടെ നോട്ടല്ലേ. ഓക്കെ അല്ലേ? ഇങ്ങനെയൊക്കെയാണ് ഇതാക്കുന്നത്. ഏത് ആൽഫ ഇതെന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ആയിരിക്കും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ചുമ്മാ കേട്ട് കണ്ടു വെച്ചേക്കും. ഇങ്ങനെയാണ് സംഭവം വരെ. ഇതിനുണ്ടോ അങ്ങനെ രണ്ടെണ്ണം? വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടറിന് മേടിച്ചേ. ആ നമ്മള് ഇതിന് ഒരെണ്ണേ പഠിക്കുന്നുള്ളൂ. അതിനകത്ത് രണ്ട് സിസ്റ്റം എന്നുള്ള സാധനം കേട്ടിട്ടില്ല. ആ ആ ആ. അല്ലെങ്കിൽ എത്ര എണ്ണം വരും? അല്ല, ഞാൻ ചോദിച്ചത് എനിക്ക് പറഞ്ഞിട്ടോ. ഞാൻ ആക്കൂടെ ഈ ഒരെണ്ണേ പഠിച്ചിട്ടുള്ളൂ, ഒരു സിസ്റ്റമേ കേട്ടിട്ടുള്ളൂ. അതുകൊണ്ട് ഞാൻ പിന്നെ ചോദിക്കുന്നത് എന്താ അങ്ങനെ എന്താ സാധനം എന്ന് ചോദിക്കുന്നത്. അത് നോക്കി ടൂൾ സിഗ്നേച്ചർ എന്ന് വെച്ചാൽ ചിലപ്പോൾ സെർച്ച് ചെയ്താൽ ചിലപ്പോൾ എന്തെങ്കിലും കിട്ടും. പിന്നെ ഇതൊന്നും വേണ്ട, ത്രസ്റ്റ് ഫോഴ്സ് ആ കാര്യങ്ങളൊന്നും അറിയേണ്ട ആവശ്യമില്ല. ചുമ്മാ ഒന്ന് കണ്ടു വെച്ചേക്കുക. ഫോഴ്സ് അതൊന്നും വേണ്ട. കട്ടിംഗ് ഫോഴ്സ്, ത്രസ്റ്റ് ഫോഴ്സ് ഇതൊക്കെ പറഞ്ഞു. അതുകൊണ്ട് ആ ASME ആണ് അല്ലല്ല, മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സ്. ഏസ് ആ ഓ ഓ ഉം, 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 ഉം. ഓക്കെ ഓക്കെ. ഉം. ഓ നമ്മ- നമുക്ക് അടുത്തതിൽ എടുക്കാം. കാരണം അത് തീരത്തില്ല, ഇന്ന് എടുത്താലും നമുക്ക് ചിപ്പിന്റെ അത് വേണം എന്തായാലും, ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണം. കണ്ടിന്യൂസ് ഡിസ്കണ്ടിന്യൂസ് ആ ചിപ്പുകളെ അത് നമ്മൾ കേട്ടിട്ടില്ലല്ലോ ഇതിലോട്ട്. അതും ബിൽട്ടപ്പ് ഒക്കെ അല്ലേ, അത് പറഞ്ഞു. ബിൽട്ടപ്പ് എഡ്ജ് എന്ന് പറഞ്ഞ സാധനം എന്ന് പറഞ്ഞത് ആക്ച്വലി ഇതിനൊരു കട്ടിംഗ് എഡ്ജ് ഉണ്ടായിരുന്നു.
അതായത് നമ്മള് അതെ, അതെ. കട്ടിംഗ് എഡ്ജ് ഉണ്ടാണ്. അപ്പൊ ഇത് ഒരു കണ്ടീഷനാണ്. ഇത് കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പ്രോപ്പർ ആയിട്ടുള്ള കട്ടിംഗ് ഫ്ലൂയിഡ് ഉപയോഗിച്ചില്ല. അപ്പൊ കട്ടിംഗ് ഫ്ലൂയിഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പ്രശ്നമില്ലായിരുന്നു. കട്ടിംഗ് ഫ്ലൂയിഡ് ഉപയോഗിക്കാത്തതുകൊണ്ട് എന്ത് പറ്റും? ഹീറ്റ് സോഴ്സ് പോലെ വരും അല്ലെ? ഇതൊരു ഹീറ്റ് സോഴ്സ് പോലെ വന്നതിന് ശേഷം നമ്മളിൽ ഇരിക്കുന്ന ചിപ്പ് എന്താ വരുന്നത്? പൊട്ടിക്കേറി നമ്മുടെ ഇരിക്കുന്ന കട്ടിംഗ് എഡ്ജിൽ വന്നിട്ട് വെൽഡ് ആയിട്ടിരിക്കും. എന്നിട്ട് പുതിയൊരു കട്ടിംഗ് എഡ്ജ് ആയിട്ട് ഫോം ചെയ്യും. അദ്ദേഹത്തിന് പറഞ്ഞ പേരായിരിക്കും ബിൽറ്റ് അപ്പ് എഡ്ജ്. കണ്ടിന്യൂസ് ചിപ്പ് ആയിരിക്കും. പ്രശ്നമുണ്ട്. പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കട്ടിങ് ഇതാകും. അത് കേറി കട്ടിങ്ങിന് വേണ്ടിയിട്ട് വിധേയമാവും. ആ കട്ടിങ് ഇതായിപ്പോവും. അത് നമ്മുടെ ഒറിജിനൽ കട്ടിംഗ് എഡ്ജിന്റെ കൂടെ ഇത് അഡീഷണൽ ആയിട്ടുള്ള ഒരു കട്ടിംഗ് എഡ്ജ് ആയിട്ട് ആക്ട് ചെയ്യുകയും ചെയ്യും. ആ അപ്പോഴെന്ത് ചെയ്യും? അപ്പോഴ് നമ്മളിലിരിക്കുന്ന വർക്ക് പീസ് ചിലപ്പോ ഇല്ലാതാവാനുള്ള സാധ്യതയോ, അത് ചിലപ്പോ എന്തൊക്കെ ആവാനോ, അല്ലെങ്കിൽ നമുക്ക് സർഫസ് ഫിനിഷ് പ്രോപ്പർ ആയിട്ട് കിട്ടാതിരിക്കാനോ ചെയ്യും. പക്ഷെ അത് വരാനുള്ള സാധ്യത എന്ന് പറഞ്ഞാൽ ഇതാണ്. പ്രോപ്പർ ആയിട്ടുള്ള ഒരു കൂളിങ്ങിന്റെ സംഗതികൾ ആഡ് ചെയ്യാത്തോണ്ടാണ്. അല്ലെങ്കിൽ ആ ഒരു നമ്മള് കട്ടിംഗ് ഫ്ലൂയിഡ് കൊടുക്കാത്തോണ്ടാണ് ഇത് വരുന്നത്. അതെ. നമ്മള് സംഭവങ്ങളൊക്കെ പറയും. അതും അതായത് നമുക്കിപ്പോ ആകെക്കൂടെ നമുക്ക് വരുന്ന 2 മെയിൻ ആയിട്ടുള്ള വരുന്നത് നമുക്ക് ഡക്റ്റൈൽ മെറ്റീരിയലും അതുപോലെ ബ്രിട്ടിൽ മെറ്റീരിയലും ആണ്. അപ്പം ഡക്റ്റൈൽ മെറ്റീരിയലിനകത്ത് തന്നെ 2 കണ്ടീഷനുകൾ വരാം. കണ്ടിന്യൂസ് ടൈപ്പ് ഓഫ് ചിപ്പുകളും വരാനുണ്ട്. അതുപോലെ ബിൽറ്റ് അപ്പ് എഡ്ജും വരാനുണ്ട്. ഇനി അതേസമയം ഡിസ്കണ്ടിന്യൂസ് ടൈപ്പ് ഓഫ് ചിപ്പ് വരുന്നത് എന്തിനകത്ത് മാത്രമേ വരത്തുള്ളൂ? ബ്രിട്ടിലിനകത്ത് മാത്രമേ വരത്തുള്ളൂ. കാസ്റ്റിംഗ് നിങ്ങൾ ചെയ്യുന്ന സമയത്ത് അതിനകത്ത് ഇങ്ങനെ ചെറിയ ചെറിയ പീസസ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്ന സാധനമായിരിക്കും ഡിസ്കണ്ടിന്യൂസ് ചിപ്പ്. ഹാർഡ് ബ്രിട്ടിൽ വെർപ്പീസസിനെ ഇതാക്കാൻ വേണ്ടിയിട്ടാണ് ഇതാക്കുന്നത്. ഇനി അതുപോലെ അത് വരാനുള്ള സാധ്യത, അങ്ങനെയുള്ള സാധനങ്ങൾ വരാനുള്ള കൂടുതൽ സാധ്യത എന്നറിയപ്പെടുന്ന ലോ സ്പീഡ് ഓഫ് മെഷീനിങ്. മെഷീനിങ്ങിന്റെ പ്രോപ്പർ ആയിട്ടുള്ള സ്പീഡിലല്ല നമ്മൾ മെഷീൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ വരാം. അതുപോലെ തന്നെ റേക്ക് ആംഗിൾ, നമ്മൾ ഉപയോഗിക്കുന്ന കട്ടിംഗ് എഡ്ജ് ഉണ്ടെങ്കിൽ ആ കട്ടിംഗ് എഡ്ജിന്റെ റേക്ക് ആംഗിൾ കുറഞ്ഞു പോയി കഴിഞ്ഞാൽ, നമുക്ക് നോക്കിയാൽ റേക്ക് ആംഗിൾ കുറഞ്ഞു പോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? ആ ഡിസ്കണ്ടിന്യൂസ് ആയിട്ടുള്ള ചിപ്പുകളായിരിക്കും കിട്ടുന്നത്. അത് നമ്മൾ നേരെ തിരിച്ച് ചിന്തിച്ചില്ലേ? നമ്മളതിലിരിക്കുന്ന നെഗറ്റീവ് റേക്ക് ആംഗിൾ ഉപയോഗിച്ചിട്ടായിരിക്കും നമ്മൾ മറ്റേ ഇതൊക്കെ അല്ലെ, കുറച്ചുകൂടെ ഹാർഡർ ആയിട്ടുള്ള മെറ്റീരിയലൊക്കെ നമ്മൾ ഇരിക്കുന്നത് നെഗറ്റീവ് റേക്ക് ആംഗിൾ ഉപയോഗിച്ചിട്ടായിരിക്കും. ഓർമ്മിച്ചേ, നിങ്ങൾ സാധനം കേട്ടിട്ടില്ലേ? അതുകൊണ്ടാണ്, അതാണ് സ്മാൾ റേക്ക് ആംഗിൾ. അപ്പൊ നിങ്ങൾക്ക് ഡിസ്കണ്ടിന്യൂസ് ചിപ്പ് ആയിരിക്കും കിട്ടുക. ഇനി ലാർജ് അൺകട്ട് ചിപ്പ് തിക്നെസ്, അതാണ് പറയുന്നതെന്ന് പറഞ്ഞത്. അതായത് ഇത് പ്രോപ്പർ ആയിട്ട്, അതായത് ചെറിയ ചെറിയ പീസസ് ആയിട്ട് വീഴുന്നതുകൊണ്ടാണ് ഇതിനെ പറഞ്ഞത് ലാർജ് ആയിട്ടുള്ള അൺകട്ട് ആയിട്ടുള്ള ചിപ്പിന്റെ തിക്നെസ്സും കാര്യങ്ങളും കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് ഡിസ്കണ്ടിന്യൂസ് ചിപ്പ് നമുക്ക് എപ്പോഴും ഇതാക്കുന്നത് കട്ടിംഗ് ഫ്ലൂയിഡും കാര്യങ്ങളൊക്കെ നമുക്ക് മോസ്റ്റ് കോമൺലി ഉപയോഗിച്ചിട്ടായിരിക്കും ആ ഒരു ഇതാക്കുന്നത്. ഹൈ ഹീറ്റും കാര്യങ്ങളൊക്കെ ഫോം ചെയ്യുന്നുണ്ടല്ലോ. ഇതാണ് ആ സാധനം. ഇത് കണ്ടിന്യൂസ് നമുക്ക് ഫുള്ളി ഫോം ചെയ്യുന്നുണ്ട്. മറ്റേ ഇതാണ് ഡിസ്കണ്ടിന്യൂസ്. ഇങ്ങനെ ഇങ്ങനെ പടല പടല പോലെ സാധനങ്ങളായിരിക്കും ഈ ഡിസ്കണ്ടിന്യൂസ്. ഇനി നമുക്ക് ഇത് ബിൽട്ടപ്പ് എഡ്ജ് എന്ന് പറഞ്ഞ സാധനം ഫോം ചെയ്ത് ഇതായിരിക്കുന്നുണ്ട്. ബിൽട്ടപ്പ് എഡ്ജ് ഓൺ ദ വർക്ക് പീസിനകത്ത് വേണമെങ്കിലും ബിൽട്ടപ്പ് എഡ്ജ് ഫോം ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ടൂളിന്റെ പുറത്ത് വേണമെങ്കിലും ബിൽട്ടപ്പ് എഡ്ജ് ഫോം ചെയ്യാം. അപ്പം ഈ ബിൽട്ടപ്പ് എഡ്ജ് ഫോം ചെയ്യുന്ന സമയത്ത് ഇനി പിന്നീട് കട്ടിംഗ് എഡ്ജ് അല്ലെങ്കിൽ ആ ഒരു ഇത് കോണ്ടാക്ട് വരുന്ന അത് വൃത്തികേടാവും. അത് മാത്രമല്ല, പിന്നെ കണ്ടിന്യൂസ് ടിപ്പ് വരുന്ന സമയത്ത് അത് എടുത്തുകൊണ്ട് പോകുന്നതും കുറച്ച് ആയിരിക്കും വരുന്നത് ബിൽട്ടപ്പ് എഡ്ജ് വരുമ്പോൾ. ഓക്കെ, വർക്ക് പീസിന്റെ പുറത്തും വന്ന് വീഴാം, അതുപോലെ തന്നെ നമ്മുടെ എന്തിലും വരാം, ഈ ഒരു എന്താണ് കട്ടിംഗ് ടൂളിലും വന്ന് വീഴാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, നമ്മളത് അടുത്ത കളി നോക്കാം. വൃത്തിയിടാക്കണ്ട. ഓക്കെ, ശരി.